എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന് ആരംഭിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ ഈ ഒരു പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് NIOS വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഒരുപാട് ആളുകളാണ് ദിനം പ്രതി നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടൊക്കെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്. അതായത് മിസ്സേ നമ്മൾ NIOS അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപരിപഠനത്തിന് പോകാനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ UPSC PSC ഇങ്ങനെയുള്ള ഗവൺമെന്റ് എക്സാമുകളൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഇതൊക്കെ എഴുതാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് പിന്നീട് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതെ പോകുമോ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ NIOS എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് കേട്ടോ. അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഇത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് ഒക്കെ ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിന്റെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചതാണ്. പിന്നെ നമ്മുടെ ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ, ഇപ്പൊ ചില വിദ്യാർത്ഥികൾ ഈ NIOSിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നീട് ഉപരിപഠനത്തിന് ചെന്ന് കഴിയുമ്പോഴത്തേനും സർട്ടിഫിക്കറ്റ് റിജക്ട് ആയി പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഒക്കെ തെറ്റായത് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്ത് പോവാം. അതുപോലെ തന്നെ നമ്മുടെ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കാതെ വരാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അത് നിങ്ങളുടെ ചിലപ്പം ചില ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയും പേര് കേട്ടിട്ടില്ലാത്ത, എവിടെയും അറിയില്ലാത്ത ഏതെങ്കിലും ഒക്കെ വീടിനൊക്കെ തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്യാം. എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ ഇത് എടുത്താൽ മതി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ചെന്ന് ചാടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇത് വെറുതെ ആയി പോയി, അല്ലെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ തെറ്റാണ്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ ദിനം പ്രതി നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം, അതായത് ഇപ്പൊ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്താലും സബ്ജക്ട് കോമ്പിനേഷൻ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് തന്നെയാണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മളായിട്ട് തന്നെ കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ നമ്മളായിട്ട് ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഭാവിയിൽ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും, അതായത് ഇപ്പം ദിനം പ്രതി വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു അല്ലെ, അതായത് ഈ NIOSന്റെ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളതാണോ, ഉപരിപഠനത്തിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ് നമ്മുടെ അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത, അതുപോലെ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ ഇത് ഷെയർ ചെയ്യാണ്. ഈ കഴിഞ്ഞ ദിവസം ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചു. അതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇതാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൽ നിന്ന് സെക്കൻഡറി അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പരീക്ഷകളിലൊക്കെ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്റഗ്രേറ്റഡ് ലോ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ട് അർഹതയുണ്ടെന്ന് നമ്മുടെ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു സ്ഥാപനത്തില് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോ കോളേജിൽ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്ക് പ്രവേശനം ഈ ഒരു NIOS പഠിച്ചതിന്റെ പേരിൽ പ്രവേശനം നിഷേധിക്കുകയും, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഈ ഒരു നിങ്ങൾക്ക്, അതായത് NIOSിൽ സെക്കൻഡറി ആണെങ്കിൽ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണെങ്കിലും മുമ്പോട്ടുള്ള ഉപരിപഠനത്തിൽ യാതൊരു തടസ്സവും ഇല്ല, ഇത് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്, ഇത് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം കേരള ഹൈക്കോടതി നിരീക്ഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഉപരിപഠനത്തിന് പോകാം എന്നുള്ളൊരു വിധിയാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാം. മെറിറ്റ് ലിസ്റ്റിൽ പ്രൈമറി അലോട്ട്മെന്റ് നേടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് NIOSിൽ നിന്ന് അടിസ്ഥാന യോഗ്യത, നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോളേജ് പ്രവേശനം നിഷേധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ
കേസിലേക്ക് പോവുകയും ഹൈക്കോടതിയിലേക്ക് ആ ഒരു കേസ് പോവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് വിധി വരുന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷകൻ ഇന്ത്യയിലോ വിദേശത്തോ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച സീനിയർ സെക്കൻഡറി ബോർഡിൽ നിന്നോ തത്തുല്യമായതിൽ നിന്നോ ആ രാജ്യത്തെ സർക്കാർ അംഗീകരിച്ച വിദേശ രാജ്യത്തിലെ തത്തുല്യമായ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ സീനിയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് അതിന് +2 അല്ലെങ്കിൽ തത്തുല്യമായത് പൂർത്തിയായിരിക്കണമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചട്ടം 5B സൂചിപ്പിക്കുന്നതായിട്ട് കോടതി നിരീക്ഷിച്ചു. ദെൻ NIOSന്റെ ഇതനുസരിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ സർവകലാശാലകളും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ നിർദ്ദേശപ്രകാരം അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയം ഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള അടിസ്ഥാന യോഗ്യത ഇദ്ദേഹം അതായത് ആ ഒരു കുട്ടി നേടിയിട്ടുണ്ട്, അതായത് കണക്കാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു NIOS എന്ന് പറയുന്നത് NIOSൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ എല്ലാ കോഴ്സുകൾക്കും ഉപരിപഠനത്തിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇത് നമ്മുടെ CBSE ICSE പോലുള്ള ബോർഡുകളുമായിട്ടുള്ള രീതിയിൽ തന്നെ തുല്യമാണ് നമ്മുടെ NIOS എന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NIOS സെക്കൻഡറി സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കേഷൻ സംസ്ഥാന സർക്കാരും രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാന ബോർഡുകളും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു വാർത്തയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും NIOSൽ അഡ്മിഷൻ എടുക്കാനായിട്ട് മടിച്ചു നിൽക്കുന്ന ആൾക്കാർ NIOS സർട്ടിഫിക്കറ്റ് വാല്യുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം ഉളവാക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ എല്ലാ ബോർഡും അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ NIOSൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇനി തൊട്ട് ലോ കോളേജിൽ ഇപ്പൊ LLB ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LLBയിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അതുപോലെ മറ്റെല്ലാ പഠനത്തിലും ഇപ്പൊ നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലെ, പല കോഴ്സുകൾ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ഈ NIOS വഴി SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തുള്ള വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങോട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2026 ഏപ്രിലാണ് പരീക്ഷ വരുന്നത്. ആ ബാച്ചിലേക്കുള്ള SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ലോകത്തെ എവിടെ ഉള്ളവരാണെങ്കിലും നമ്മുടെ LBയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എക്സാം എഴുതാൻ വേണ്ടിയിട്ടോ മറ്റു വേറെ ഒരു സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.